നമസ്കാരം, ചാനൽ 5+ലേക്ക് സ്വാഗതം. റിയാസ് ബി ടോക്കിൽ ഇന്ന് നമുക്ക് നല്ലൊരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൃഷിയെക്കുറിച്ചും മാങ്ങയെക്കുറിച്ചും ഒക്കെ 1-2 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിന് ആധികാരികമായിട്ട് പറയാൻ പറ്റിയ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. ഷിഹാബ് _കുഞ്ഞഹമ്മദ് എന്നാണ് ആളുടെ ഇൻസ്റ്റാഗ്രാം പേജ്. നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്ന് പോയി നോക്കുക. അദ്ദേഹം ബയോഡൈവേഴ്സിറ്റിയെ നടപ്പിലാക്കിയ ഒരാളാണ്. ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഫോറസ്റ്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഡെവലപ്പ് ചെയ്തൊരു കൺസെപ്റ്റ്. എന്തൊക്കെയാണ്, എന്താണ് ഈ ഫുഡ് ഫോറസ്റ്റ് യഥാർത്ഥത്തിൽ? ആക്ച്വലി അതില് സ്വന്തം ഡെവലപ്പ് ചെയ്തൊരു കോൺസെപ്റ്റ് അല്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വളരെ ജനറൽ ആയിട്ട് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ ഒരു മനുഷ്യന് ആവശ്യമുള്ള ഒരു കോൺസെപ്റ്റ് ആണത്. അപ്പൊ അതിനൊരു ടേം ആക്കി ശരിക്കും മിയാവാക്കി എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. കാട് ഉണ്ടാക്കുന്ന, പെട്ടെന്ന് കൃത്രിമമായിട്ട് കാട് ഉണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു ജപ്പാനീസ് കൺസെപ്റ്റ് ആണ്. ഇതുപോലെ തന്നെയാണോ യഥാർത്ഥത്തിൽ ഫുഡ് ഫോറസ്റ്റ്? ബേസിക്കലി മിയാവാക്കി എന്ന് പറഞ്ഞ ഒരു മൈക്രോ ഫോറസ്റ്റ് ഉണ്ടാക്കാൻ, എത്രയും പെട്ടെന്ന് ചെടികൾ വളർത്താനും ഒരു ഡീഗ്രേഡഡ് ലാൻഡിനെ കൺവേർട്ട് ആക്കിയിട്ട് കാട് കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാനുള്ള അക്കീര മിയാവാക്കി എന്നൊരു സയന്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മളും അത് കുറെ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമുള്ള സ്ഥലങ്ങളിൽ. ഫുഡ് ഫോറസ്റ്റ് ബേസിക്കലി നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലെ തൊടിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പറമ്പിൽ ചക്ക ഉണ്ടായിരുന്നു, മാവ് ഉണ്ടായിരുന്നു, ചേമ്പ് ഉണ്ടായിരുന്നു, ചേന ഉണ്ടായിരുന്നു, കാച്ചിലുണ്ടായിരുന്നു. പക്ഷെ അതൊരു സമയമാകുമ്പോഴേക്കും ഈ ജനറേഷനിൽ അതിങ്ങനെ പോയി ഇപ്പൊ അതൊരു കൺസർവേഷൻ പെർസ്പെക്റ്റീവിലേക്ക് പോയി, അല്ലേ? ഇപ്പൊ നിങ്ങളിപ്പോ കാച്ചിലിനെ കുറിച്ച് ഇപ്പത്തെ ജനറേഷനോട് ചോദിച്ചു നോക്കിയാ കാച്ചിലറിയില്ല. അത് ഇന്ന് വയനാടും പിന്നെ കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ പല ഭാഗങ്ങളിലും കുറച്ച് ആൾക്കാർ അതിനെ കൺസർവേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫുഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിനെയും കുറിച്ചിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി സീസൺ നോക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു ടേം മാത്രമാണ്. ഒരു എഞ്ചിനീയറായ ഷിഹാബ് പിന്നെ ധാരാളം ഈ രംഗത്തേക്ക് ഒരു എന്തൂസിയാസം ഉണ്ടല്ലോ. അത് ബാംഗ്ലൂര് വലിയ ഒരു ലാൻഡിൽ ആണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത്, അല്ലേ? ലാൻഡിൽ എത്ര ഏക്കർ ലാൻഡിലാണത്? അത് നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്താണ് സാൻഡിറ്റി ഫാം എന്ന് പറഞ്ഞിട്ട്. അത് ഒരു 5 ഏക്കേഴ്സിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ സാൻഡിറ്റി ഫാം 4 വരെ എത്തി. ഏകദേശം ഒരു 400 ഏക്കേഴ്സോളം ഒരു കമ്മ്യൂണിറ്റി ബിൽഡായി. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ 400 ഏക്കേഴ്സ്, 400 ഒരു 150, അടുത്തത് ഒരു 100, അങ്ങനെ ആയിട്ടുള്ള ഒരു 4 കമ്മ്യൂണിറ്റി ആയിട്ട് അത് ഡെവലപ്പായി. എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഞാനൊരു പ്രൊഫഷണലി ഫുഡ് ഫോറസ്റ്റിനെ ഞാൻ തുടങ്ങിയത് അവിടെ നിന്നാണ്, ബാംഗ്ലൂരിൽ. ഞാൻ IT-ലായിരുന്നു. ഞാൻ ITC ഇൻഫോടെക്കിൽ ഏകദേശം ഒരു 10 കൊല്ലത്തോളം വർക്ക് ചെയ്തു. എൻ്റെ ജേർണി രണ്ടും കൂടി ഞാൻ 2015 മുതൽ 20 വരെ എൻ്റെ ഒഴിവ് സമയങ്ങൾ മുഴുവൻ ഞാൻ പറമ്പിൽ ചെലവാക്കിയാണ്. 20 എനിക്ക് തോന്നി ഓക്കെ, ഇതിനൊരു നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാൻ ബിസി ആയി തുടങ്ങി. അങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തത്. ഈ യഥാർത്ഥത്തിൽ ഈ കൺസെപ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക്, ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? ജനങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സിമ്പിളായിട്ട് പറഞ്ഞാലേ, ഇപ്പൊ നിങ്ങൾക്കൊരു 5 സെന്റ് സ്ഥലമുണ്ട്, നിങ്ങൾക്കൊരു കൊല്ലം കഴിക്കേണ്ട സാധനങ്ങളുണ്ട്. നിങ്ങളിപ്പോ ഒരു ഫാമിലി, ഒരു 2 ഹസ്ബൻഡ് ആൻഡ് വൈഫ്, 2 കിഡ്സ്, അങ്ങനെ കൂട്ടിക്കും. അവർക്കൊരു ത്രൂ ഔട്ട് ഒരു കൊല്ലം കഴിക്കാനുള്ള സാധനങ്ങൾ നിങ്ങളുടെ ചുറ്റുണ്ടാക്കുക. മേ ബി അത് ടെറസിലാവാം, സ്ഥലമുള്ള കുറച്ച് സ്ഥലങ്ങളിലാവാം, പോട്ടിലാവാം, എന്തോ ആവാം. പക്ഷെ ഞാൻ എപ്പോഴും പറയാം, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാവണത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് ആവണം. അതാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് എ കൊമേഴ്ഷ്യലി അല്ല, നമ്മൾ അതിൽ നിന്ന് കുറെ പൈസ ഉണ്ടാക്കുന്നില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം, നമ്മൾ അറിയുന്ന സാധനം കഴിക്കാം. അതെ, ചക്കയാവാം, മാങ്ങാവാം, അമ്പയമാകാം, അതെ, എന്തോ ചാമ്പക്കയാകാം, എന്തോ. ഇപ്പൊ ഞാൻ റിയാസ് ഖാന്റെ ഒരു കാര്യം, അന്ന് റിയാസ് ഖാന്റെ വീട്ടിൽ വന്നപ്പോ നമ്മൾ നടത്തിയ ഒരു വാക്ക് ഉണ്ട്. വീട്ടിന് ചുറ്റും ഒരു ചെറിയ സ്പേസിൽ എന്തോരം ഡൈവേഴ്സിറ്റി. ഏകദേശം 500-600 ഒരു 100-ൽ പരം പഴവർഗ്ഗങ്ങൾ തന്നെയുണ്ട്. പിന്നെ പല ചെടികളും. ഈ ചെടികൾക്കുള്ള ഫോളിയേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഫോളിയേജ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ചെടികളുടെ ഫോളിയേജ്, അത് ഒരു ഭയങ്കരമായ നമുക്ക് അതിന്റെ കളേഴ്സ്, ഓരോ പഴങ്ങളെയും കളേഴ്സ്. നമ്മളിപ്പോ നല്ല മാങ്ങയുടെ ഫെസ്റ്റ് കാണാൻ കയറി. അപ്പൊ വ്യത്യസ്ത മാങ്ങകൾക്ക് വ്യത്യസ്ത സ്മെല്ല് പോലുമാണ്. ഈ ഫ്രാഗ്രൻസിനൊക്കെ നമ്മൾ ഇഷ്ടം. അതാ നിങ്ങൾ പറഞ്ഞില്ലേ, ഇതില് എന്ത് ഒരാൾക്ക് ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളത് ഈ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഏത് ടൈപ്പ് ആളുകൾക്കും ഇതൊരു എക്സൈറ്റ്മെന്റ് ആണ്.
അത് ഇൻഫനൈറ്റ് ആണ്, അവസാനിക്കാത്ത സാധനമാണ്. എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ ഈ മാങ്ങയിൽ പ്രത്യേകിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട്. 2-3 മാങ്ങ ഫെസ്റ്റുകൾ ഓൾറെഡി മാംഗോ ഫെസ്റ്റ് അല്ലേ നടത്തി. അത് ഈ കമ്മ്യൂണിറ്റി തന്നെയാണ് ഈ മാംഗോ ഫെസ്റ്റ്. അപ്പൊ ആളുകളെല്ലാം അവിടേക്ക് വരും. എന്താണ് ഈ മാംഗോ ഫെസ്റ്റിന്റെ ഒരു ഞാനിപ്പോ ഇത് കാണുന്ന ഓഡിയൻസിന്റെ അടുത്ത് ഞങ്ങൾ മാഞ്ചിഫറ 25 മാഞ്ചിഫറ മാംഗോയുടെ ഒരു മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണല്ലോ പറയുന്നത്. മാഞ്ചിഫറ എന്നുള്ള പേരിൽ മാഞ്ചിഫറ 25 എന്ന് പറഞ്ഞിട്ട് ഒരു എക്സിബിഷൻ. എഗെയിൻ നമുക്ക് ഇങ്ങനത്തെ കൺസർവേഷൻ പെർസ്പെക്റ്റീവ് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെ ഒരു സംഭവത്തിനെ നമുക്ക് ഒരു സസ്റ്റൈനബിൾ ആക്കാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പോൾ ഇത് നമ്മളെ അന്യം നിന്ന് പോകുന്ന കുറേ കാര്യങ്ങളാണ്. ഒരു ജനറേഷൻ ഇത് പോയിക്കൊണ്ടിരിക്കുക. അതിനുള്ള ഒരു ചെറിയ ശ്രമമാണ് മാഞ്ചിഫറ 25. അതായത് മാംഗോയുടെ ഡൈവേഴ്സിറ്റി എക്സിബിറ്റ് ചെയ്യുക. അത് ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഇത് 4ാമത്തെ ഫെസ്റ്റാണ്. അതിൽ അത്രയും വെറൈറ്റി മാങ്ങ കൊണ്ടുവരും. ഒരു 100 പരം ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ 200 വെറൈറ്റീസ് എക്സിബിറ്റ് ചെയ്തു. 200 വെറൈറ്റീസ് എക്സിബിറ്റ് ചെയ്തു. ഇക്കൊല്ലം ഒരു 50 എന്തായാലും ഉണ്ടാവും. അത്രത്തോളം കിട്ടുന്നു അത്രത്തോളം നമ്മൾ എക്സിബിറ്റ് ചെയ്യും. ഇതിലിപ്പോ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ഒത്തിരി നാടൻ മാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ചക്കരക്കുട്ടി പോലെയുള്ള മാവുകള് കണ്ണൂരിൽ താങ്കൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരിലൊക്കെ ധാരാളം വെറൈറ്റി. എന്താ ഈ നാടൻ മാവിന് ഇന്ന് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ്? അതിന് ഏറ്റവും നല്ല ആള് നിങ്ങൾ ഒരിക്കൽ ഷൈജു സാറോടെ കൊണ്ടുവരണം. ഞാൻ ഷൈജു മച്ചാത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റിനോം സേവിയർ അവാർഡ് കിട്ടിയ, നാഷണൽ അവാർഡ് കിട്ടിയ നമ്മുടെ ശൈല ടീച്ചറെ ഗൺമാൻ ആയിരുന്നു സാറ്. ഒരു മനുഷ്യൻ ലൈഫില് ആ മാംഗോനെ ബഹുമാനിക്കണം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊന്നൊന്നുമല്ല. അതായത് നാട്ടുമാഞ്ചോട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടാക്കി മൂപ്പര് ഒരു ക്യാമ്പയിൻ അനൗൺസ് ചെയ്ത്, കോൾ ബിഫോർ കട്ട്. അവിടെ ഉള്ള നല്ല മാവുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് എങ്ങാനും കട്ട് ചെയ്യുന്നതിന് മുമ്പ് മൂപ്പരെ വിളിച്ചാല് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യും. അതില് മൂപ്പര് ഏകദേശം ഒരു 250 വെറൈറ്റി മാങ്ങ ഡോക്യുമെന്റ് ചെയ്യണം. ചുമ്മാ പറയല്ല, അതിന്റെ ടേസ്റ്റ്, അതിന്റെ കളറ്, അതിന്റെ TSS ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ട് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഈ മെയ് 4th അവിടുത്തെ മാംഗോ ഫെസ്റ്റ് അത് കഴിഞ്ഞു. കഴിഞ്ഞ മെയ് 4th ഇന്ത്യയിലെ പല ഈവൻ UAE വരെ ആളുകൾ വന്നിട്ടുണ്ട്. ഒരാൾ അവിടെ പോയിട്ട് എക്സിബിറ്റിനുണ്ടായിരുന്നു. അപ്പൊ ഈ മാംഗോയുടെ എന്തൂസിയാസ്റ്റ് ധാരാളം ഉണ്ട്. ഇപ്പൊ നമ്മള് വിദേശ ഇനം മാങ്ങകൾ ധാരാളം. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഈ പുതിയ പ്രൊപ്പഗേഷൻ മെത്തേഡൊക്കെ വന്നതോടുകൂടി ധാരാളം മാവുകളെയൊക്കെ നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ബഡ്ഡിങ് ആയാലും ഗ്രാഫ്റ്റിംഗ് ആയാലും മറ്റുള്ള ലെയറിങ് ഒക്കെ ഉള്ള മെത്തേഡ്സിലൂടെ ഇങ്ങനെ നമുക്ക് പിന്നെ ഇതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള പ്രൊപ്പഗേഷൻ? ഞാൻ നേരത്തെ പറഞ്ഞൊരു സിദ്ധു ശങ്കര എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫാർമേഴ്സ് ഇന്ത്യയില് നല്ല ഞാനത് സന്തോഷത്തോടെ കാണാനാണ്. അവരെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. അവരെ പ്ലാന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പിന്നെ പ്ലാന്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ചക്ക കഴിച്ചിട്ടുണ്ട്. ചക്കയിലാണ് ഈ ജാക്ക് ഫ്രൂട്ടാണ് അവര്. അത് IHR ഐഡന്റിഫൈ ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് റിസർച്ച് സെന്റർ ഐഡന്റിഫൈ ചെയ്ത ഒരു ജാക്കാണ് സിദ്ധു എന്ന് പറഞ്ഞത് ഒരു ചക്ക, ശങ്കര എന്ന് പറഞ്ഞത് വേറെ ചക്ക. അത് തുംകൂരിലുള്ള ഒരു ഫാർമറിന്റെ അടുത്ത് നല്ലൊരു ട്രീ കണ്ടപ്പോ എന്റെ സയോൺ എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇന്ന് അവർക്കൊരു നല്ല റവന്യൂ ആയത്. അറ്റ്ലീസ്റ്റ് ലോകം മുഴുവൻ അറിഞ്ഞ്. അങ്ങനെ നമുക്ക് നമ്മുടെ നാടൻ മാവിനങ്ങള് നിങ്ങൾ നേരത്തെ പറഞ്ഞ കടുക്കാച്ചി, ചക്കരക്കുട്ടി, അതിന്റെ എത്ര വെറൈറ്റീസ് ഉണ്ട്. ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ആർക്കും ചെയ്തുകൂടാ. ഈ ഇത്തരം മാവുകൾക്ക് ഇപ്പൊ നാടൻ മാവുകൾക്കുള്ള ഒരു ഗുണം ഏത് കാലാവസ്ഥയിലും എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ അതാണ് ഇമ്പോർട്ടൻ്റ്. അത് ഈ നേറ്റീവ് വെറൈറ്റീസ് ആണ്. നമ്മൾ ശരിക്കും ഇപ്പോ വിദേശ ഇനം ഒരുപാട് മാങ്ങകൾ വന്നെങ്കിൽ പോലും ഞാൻ അതിനൊന്നും എതിരല്ല. നമുക്കിപ്പോൾ ഒരു ഡൈവേഴ്സിറ്റി കൊണ്ടുവരണം, പിന്നെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആൾക്കാർക്ക് കൊണ്ടുവരണം. പീപ്പിൾ ക്യാൻ ട്രൈ വിത്ത് അവർ കൺട്രിയുടെ പ്രോട്ടോകോൾ വെച്ചിട്ടൊക്കെ ട്രൈ ചെയ്യാം. അതൊന്നും പ്രശ്നമില്ല. അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഫാർമേഴ്സിനെ എത്തിക്കാം. പക്ഷെ അതിലുപരി നമ്മുടെ തനതായ ഇനങ്ങൾ എത്രയോ ഉണ്ട്, ധാരാളമുണ്ട്, നല്ല ഗുണമുള്ള. നമ്മളെ മൂവാണ്ടൻ ഒരു എക്സാമ്പിൾ ആണ്. മൂവാണ്ടൻ ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. അതിന്റെ ഫൈബർസ്, ഈ ഫൈബർ ആക്ച്വലി ഇപ്പൊ ഈ കടുക്കാച്ചിയിലൊക്കെ ഉള്ള ഫൈബർ മനുഷ്യന് നല്ലതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മഴക്കാലത്ത് ഉണ്ടാവുന്ന വെറൈറ്റീസ് അതേ കേരളത്തിൽ ട്രൈ ചെയ്യേണ്ടത്. അതാവുമ്പോ പെസ്റ്റ് അറ്റാക്ക് കുറയും, ഷെൽഫ് ലൈഫ് കൂടും, ടേസ്റ്റ് ഉണ്ടാവും. ഇത് മൂന്നും നല്ല ഗുണങ്ങൾ. നല്ല ഗുണം അതുണ്ടായാൽ മതി. അതെ. പിന്നെ മാത്രമല്ല ഇതിനൊക്കെ ചെറിയ ഫ്ലഷ് ആണെങ്കിൽ പോലും അതിന്റെ ടേസ്റ്റ് അത് ഭീകരം. ഞങ്ങള് പറയുമ്പോ തന്നെ നമ്മുടെ ഞാന് ഷൈസാറാണ് അതിന്റെ റൈറ്റ് ആൾ. ഇവര് കാറ്റഗറി വെച്ചിട്ട് നമുക്ക് മാങ്ങ തരും, എന്നിട്ട് എൻഡിൽ ഏറ്റവും ടോപ്പ് തരും. അത് കഴിച്ചു കഴിഞ്ഞാൽ കിളി പോവാന്നൊക്കെ പറയില്ല. ആ റേഞ്ചിൽ മാങ്ങകൾ വരെ മൂപ്പര് ഈ വർഷം ഐ തിങ്ക് ഒരു 4-5 വെറൈറ്റീസ് ഐഡന്റിഫൈ ചെയ്ത്.
ഈ വർഷം മാത്രം അത് ഒരു വെറൈറ്റിയില് ബപ്പക്കായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ കോമൺ ആയിട്ട് വരുന്ന കോമാങ്ങ ആ റേഞ്ചിൽ വരുന്ന ഒരു വെറൈറ്റിയില് ബ്രിക്സ് മുപ്പര് പറഞ്ഞ 30ന്റെ മേലക്കുള്ള ബപ്പക്കായ് ഉണ്ട്. 30ന്റെ മുകളിലേക്ക്, അതായത് ഇമാം പസന്ത് ഒക്കെ 28 റേഞ്ചിൽ വരണം. അതിന്റെ മേലക്കുള്ളത് നമ്മുടെ ശരിക്കും ഈ 25ന് മുകളിലുള്ള ഇന്ത്യൻ വെറൈറ്റീസ് ധാരാളം ഉണ്ടല്ലോ. ശരിക്കും മല്ലിക ഒക്കെ ഉണ്ട്. നല്ല ബംഗനപ്പള്ളിയും ഐ തിങ്ക് 24 തോന്നുന്നു. ഈ റൈപ്പിംഗ് കറക്റ്റ് ആവുക എന്നുള്ളതാണ് അതിന്റെ ഒരു അത് വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങളിപ്പോ നമ്മൾ ഇന്നലെ ഇമാം പസന്ത് എടുത്തില്ലേ, അത് ആക്ച്വലി ഞാൻ കഴിച്ചില്ല. പക്ഷെ ഇമാം പസന്ത് എന്റെ ഫാമിലി ഉണ്ട്. ഞാൻ ഇമാം പസന്തിന്റെ ഫാനായത് ആഫ്റ്റർ കോവിഡ് ആണ്. അത് വേറെ പണിയൊന്നും ഇല്ലല്ലോ, വീട്ടില് ഫാമിൽ നിന്ന് മാങ്ങ കൊടുന്ന് ഓരോന്നെടുത്ത് ഇങ്ങനെ തൊലി ചെത്തി അതിന്റെ തൊലി വരെ ആസ്വദിച്ച് വായിലിട്ട് ഇങ്ങനെ മെൽറ്റ് ആവണ ഫീലാണ്. അത് റൈറ്റ് സ്റ്റേജില് ആർട്ടിഫിഷ്യൽ ഇതൊന്നും ഇല്ലാതെ റൈപ്പൻ ചെയ്തുകൊണ്ട് കിട്ടിയ ഒരു സംഭവമാണ്. അതെ, അതിന്റെ കറക്റ്റ് ടേസ്റ്റും അതിന്റെ ഫ്ലേവറും നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഓരോ മാങ്ങകൾക്കും അതിന്റേതായ ഓരോ ഫീലിങ്സ് ഉണ്ട് തരാൻ. നമുക്ക് അതിന്റെ സ്മെല്ലടക്കം നമ്മളിപ്പോ ഒരു ക്രോപ്പിനെ കുറിച്ച് മാത്രമായിട്ട് സംസാരിക്കും. അപ്പൊ ഈ ഡൈവേഴ്സിറ്റി, ഞാൻ പുതിയ ജനറേഷൻസ് ഒക്കെ എന്റെ അടുത്ത് ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്യും, സാറേ ഞങ്ങൾക്ക് ഞാൻ BSc കഴിഞ്ഞ് അഗ്രി കഴിഞ്ഞാണ് MSc കഴിഞ്ഞാണ് ജോലി കിട്ടുന്നത്. ഞാൻ പറഞ്ഞേ നിങ്ങളൊന്നും ബെഗ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ലോകം സംസാരിക്കുന്ന ഒരു സംഭവമാണ്. അത്രയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫീൽഡ് അത്. തീർച്ചയായിട്ടും യു ജസ്റ്റ് ബി പാഷനേറ്റ്, അത്രേ ഉള്ളൂ. പാഷനേറ്റ് ആവാ, പിന്നെ ബാക്കിയൊക്കെ വരും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിപ്പോ മാങ്ങയെ കുറിച്ച് ധാരാളം പറഞ്ഞു. അത് എത്ര പറഞ്ഞാലും തീരില്ല. കാരണം ലോകത്തിൽ തന്നെ ഇന്ത്യയാണ് മാങ്ങയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ചക്കയും ഇതുപോലെ തന്നെയാണ്. സിദ്ധു ശങ്കര എന്ന് പറഞ്ഞു, വിയറ്റ്നാം വേളി നല്ലൊരു ഇതാണ്. ധാരാളം നാടൻ വെറൈറ്റികൾ ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ പ്രിസർവ് ചെയ്യാതെ സംരക്ഷിക്കാതെ കൊണ്ടുപോകുന്ന ഒത്തിരി നാടൻ വെറൈറ്റീസ്. ഈവൻ എന്റെ വീട്ടിൽ പോലും ഉണ്ട്. നല്ല നമുക്ക് ഒരു ചക്ക ഉണ്ട്, അത് വലുതാണ്, നല്ല ഫ്ലഷ് ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്താൽ ഒരുപാട് ആളുകൾക്ക് അത് ഗുണം ചെയ്യുമല്ലോ. അതാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കൂടുന്ന ജാക്ക് ഫ്രൂട്ട്, അത് ഏകദേശം 15-20 കിലോ ഉള്ള സാധനമാണ്. അതിന് എത്ര പേര് ബഹുമാനിക്കുന്നുണ്ട് നാട്ടില്. അത് ഞാനിവിടെ കൊടുന്ന് അതിന് അത്ര നല്ല ടേസ്റ്റ്. അതായത് ഈ നമ്മുടെ കേരളത്തിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ മൺസൂൺ സമയത്താണ് കുറെ ജാക്ക് ഫ്രൂട്ട്സ് റൈപ്പൻ ആവണത്. അപ്പൊ അതിന്റെ ക്വാളിറ്റി നമുക്ക് മിസ്സാവാണ്. മഴ പെയ്യുമ്പോൾ ഇതിന്റെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മഴയുടെ മുമ്പ് അതിനെന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ അതിനെ കുറച്ചും കൂടെ നേരത്തെ റൈപ്പിംഗ് കൊണ്ടുവരാൻ? പാടാണ്. കാരണം അതിന് ഓരോന്നിനും അതിന്റെ, പക്ഷെ നമുക്ക് പറ്റുമോ എന്താ വെച്ചാൽ അതിന്റെ ഏർലി സ്റ്റേജിൽ ഉപയോഗിക്കാം. ഇപ്പോ മാങ്ങയിൽ ഇപ്പോ നമ്മുടെ കേരളത്തിൽ മുതലമടയിൽ നേരത്തെ റൈപ്പിംഗ് വരുന്നുണ്ട്, മാങ്ങ നേരത്തെ വളയുന്നു. അപ്പോ ഇതുപോലെ ചക്കയിൽക്ക് അങ്ങനെ ഉണ്ട്. ആക്ച്വലി ചക്കയിൽ തന്നെ ഇപ്പൊ പണ്ട് ഞാനൊരു വെറൈറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഡിസംബർ ഏർലി ജാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഐഡന്റിഫൈ ചെയ്താണ്. ഈ മറ്റേ ചീരക്കുഴി നഴ്സറീസ് അന്ന് ചെയ്തായിരുന്നു. അവര് ഡിസംബറിൽ പഴുക്കുന്ന ഒരു ചക്ക ഐഡന്റിഫൈ ചെയ്തിട്ട് ഡിസംബർ ഹണി ജാക്ക് എന്ന് പറഞ്ഞിട്ട് അതിനെ ആക്കിയിരുന്നു. അപ്പൊ ഡിസംബറിൽ ചക്ക കിട്ടുമ്പോൾ ഭയങ്കര കാര്യമല്ലേ. പിന്നെ ഈ ചക്കയൊക്കെ സംരക്ഷിക്കാൻ ഒരുപാട് ഫാമുകൾ ഇപ്പൊ ഉണ്ട്. ആയുർ ജാക്ക് ഉണ്ട്. അപ്പൊ ഇത്തരം ഫാമുകളും ശരിക്കും ഇത്തരം, ഞാൻ പുള്ളിനെയൊക്കെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണ്ടാണ്. വാട്ട് എവർ ദ റീസൺ, വർഗീസ് തരകൻ എന്ന് പറഞ്ഞ ഒരു ഫാർമർ, പുള്ളി ആ തൃശ്ശൂർ ഇത്രയും ചക്കകളുള്ള നാട്ടില് ചക്ക തോട്ടം ഉണ്ടാക്കി. പക്ഷെ ഇന്ന് എപ്പോഴും മൂപ്പര് ഓരോ വീഡിയോ വളരെ എൻജോയ് ചെയ്ത് കാണും. മൂപ്പര് അത് കൊടുന്ന് ആൾക്കാർ വരുന്നു, ചക്ക മുറിക്കുന്നു. പിന്നെ ഞമ്മക്ക് ചിലപ്പോ വീട്ടിൽ മുറിച്ച് ശീലമായിട്ട് അതിനൊരു ത്രില്ല് ഉണ്ടാവില്ല. പക്ഷെ അതൊരു വീഡിയോ ആയിട്ട് കാണുമ്പോണ്ടല്ലോ അതിനുള്ള ഒരു സന്തോഷം ഭയങ്കര രസമാണ്. അത് മാത്രല്ല ഈ ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വികാരമാണ്. വികാരം അത് നല്ല ചക്ക കിട്ടിയാലോ. ഞാൻ ആലോചിക്കുന്നത് എന്താ പറയാ, ചക്ക ഞങ്ങളുടെ ഫാമില് ഷൂളഗിരി ബെൽറ്റില് ഏത് സീസണിലും ചക്ക ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ J33 ഉണ്ട്, അവിടെ ഒരുപാട് തേൻവരിക്കുണ്ട്. അവിടുത്തെ കാലാവസ്ഥക്ക് ജാക്ക് ഫ്രൂട്ട് സൂപ്പറാണ്. മഴ കുറഞ്ഞ കാലാവസ്ഥ, ഡ്രൈ ലാൻഡിൽ ഭയങ്കര നന്നായിട്ട്. അതായത് ഞങ്ങളൊരു ഫീസ്റ്റ് ആണ് ചക്ക കട്ട് ചെയ്യുന്നത്. ഒരു ചക്ക കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേര് കളക്ട് ചെയ്ത് ആഘോഷിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. എക്സാക്ട്ലി, അതൊരു കലയാണ്. അങ്ങനെ ഓരോ ക്രോപ്പിനും നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾ സസ്റ്റൈനബിൾ ഇവന്റ് സെലിബ്രേഷൻസ് ഫാമിൽ ഞങ്ങൾ കിലിക്ക ഫാംസ് പറഞ്ഞിട്ട് എനിക്കൊരു ഫാം സ്റ്റേ ഇവന്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചോദിച്ചാല്, ഞങ്ങള് കുട്ടികളെ ബാംഗ്ലൂർ അവർ കുറച്ച് കോൺഷ്യസ് ആണ് ഈ സസ്റ്റൈനബിലിറ്റിന്. അപ്പൊ ഞാൻ പറയും, ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ലൈക്ക് യു നോ പുട്ടിങ് ബലൂൺസ് ആൻഡ് എവറിത്തിങ്, യു കം, നമ്മള് ഫ്ലവേഴ്സും ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് കുട്ടികൾക്ക് അതൊരു എക്സൈറ്റ്മെന്റ്. ഓനോന്റെ ബർത്ത് മറക്കുവോ, ഓനെ കൊണ്ട് ഒരു മരം നടിപ്പിക്കും.
അപ്പൊ അവരുടെ ലൈഫിലെ തന്നെ അതൊരു ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ടാണ് അവർ കാണുന്നത്. ഇപ്പോഴും എന്റെ മോള് ഞങ്ങൾ വയനാട് ഓരോ ബർത്ത്ഡേക്കും പോകുമ്പോഴൊക്കെ ഓരോ മരം നടും. ഉം. ആ മരം മട്ടോവ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പുള്ള ഫ്രൂട്ടാണ്. ഓൾക്ക് ആ പേര് പഠിച്ച് മട്ടോവ എന്നുള്ളത് ഓള് ചോദിക്കുന്നോണ്ട് മട്ടോവ കായ്ച്ചപ്പാന്ന്. അതെ അതെ അതെ. അങ്ങനെ കുറെ അവയർനെസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ലിച്ചി, മട്ടോവ ഇങ്ങനത്തെ കുറെ ഫ്രൂട്ടുകൾ ഉണ്ടല്ലോ, ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരണേ. ശരിക്കും ട്രോപ്പിക്കൽ ആണല്ലോ, സബ് ട്രോപ്പിക്കൽ ആണോ ഇത് ശരിക്കും? അതില് കാറ്റഗറി ഉണ്ട്. എല്ലാം സാപ്പിൻഡേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള സോപ്പ്നെട്ട് എന്ന് പറഞ്ഞ നമ്മുടെ നാടൻ സോപ്പും കായില്ലേ, അതെ അതെ, അതിന്റെ ഫാമിലിയിലാണ് ലിച്ചി, മട്ടോവ, റംബുട്ടാൻ ഒക്കെ ആ ഫാമിലിയാണ്. പക്ഷെ ലോങ്ങൻ അടക്കം. പക്ഷെ 4ന് 4 സ്വഭാവമാണ്. റംബുട്ടാന് ട്രോപ്പിക്കൽ വെറ്റ് ക്ലൈമറ്റ്, ഹ്യൂമിഡിറ്റി ഉള്ള റെയിൻഫോൾ ഏരിയസിലേ വരുള്ളൂ. റംബുട്ടാൻ ഒരിക്കലും ബാംഗ്ലൂർ ട്രൈ ചെയ്യരുത്. ലിച്ചി എന്ന് പറഞ്ഞാല് ഹൈ ഓൾട്ടിറ്റ്യൂഡ്, അതിനൊരു കോൾഡ് സ്ട്രെസ് വേണ്ട ചെടിയാണ്. സബ് ട്രോപ്പിക്കൽക്കും പോവില്ല. ട്രോപ്പിക്കലിൽ തന്നെ ഇപ്പോ അത് ബ്ലൂം ചെയ്യുന്ന സമയത്ത് ഒരു 12 ഡിഗ്രി 10 ഡിഗ്രിയിൽ തണുപ്പ് വേണം, ഓറഞ്ച് ഒക്കെ പോലെ. അപ്പൊ ലിച്ചി ഒരിക്കലും നമ്മുടെ പ്ലെയിനിൽ കൊണ്ടുപോയി ട്രൈ ചെയ്യരുത്. നിങ്ങൾക്ക് വയനാട് ലിച്ചി കായ്ക്കും. വയനാടത്തെ ലിച്ചി ഡിമാൻഡിങ് ലിച്ചിയാണ്, നല്ല ലോങ്ങിന് ട്രോപ്പിക്കൽ വെറ്റിലും ഡ്രൈയിലും പറ്റുന്ന സാധനമാണ്. രണ്ടിടത്തും നമുക്ക് പറ്റും. ലോങ്ങൻ നമുക്ക് പറ്റിയ ഒരു നല്ല ക്രോപ്പ്. ട്രോപ്പിക്കൽ ഡ്രൈയില് നല്ല പൊട്ടൻഷ്യൽ ഫ്രൂട്ടാണ്. ഈ ലോങ്കണിൽ തന്നെ വൈറ്റ് ലോങ്കൺസ്, ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ ഡയമണ്ട് റിവർ ഉണ്ട്, ഇഷ്ടം പോലെ. അതിൽ 4 സീസൺ കേരളത്തിൽ നല്ല ഹിറ്റാണ്, കുഴപ്പമില്ല. ഇതിന് ഓൾമോസ്റ്റ് ഒരു ടേസ്റ്റ് ആണല്ലേ വരുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല. ടേസ്റ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. വൈറ്റ് ലോങ് ഒത്തിരി കൂടി കുഴപ്പമില്ല എന്നും പറയുന്നത്. ഈ ലോങ്ങിന്റെ ഫ്ലേവർ നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ. അതായത് ലിച്ചി ട്രൈ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് ലോങ് ട്രൈ ചെയ്യാം, നന്നായി ട്രൈ ചെയ്യാം. അതെ, പക്ഷെ ഇതൊക്കെ ഒരു നല്ല റെയിൻഫോൾ ഒക്കെ ഉള്ള ഭാഗത്തുള്ള. എന്റെ ഒരു ഡൗട്ട്, ഒരാളിപ്പോ കൃഷിയായിട്ട് ഇതിന്റെ ഒരു പ്രോഫിറ്റബിൾ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരുപാട് അവക്കാഡോ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് വയനാട്ടിൽ ധാരാളം. ഇത്തരം അതേപോലെ നമ്മുടെ മാംഗോസ്റ്റിനെ ഒക്കെ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന, പ്രോഫിറ്റബിൾ ആക്കുക, അങ്ങനത്തെ കുറെ ഈ സംരംഭങ്ങളോടൊക്കെ എങ്ങനെയാണ്? ഞാൻ പറയണെങ്കിലേ ഇപ്പോ അതും ചിലപ്പോ നിങ്ങൾ പറഞ്ഞ മാംഗോസ്റ്റിൻ ഇന്ത്യയിൽ തന്നെ ചില റീജിയൻസിൽ മാത്രം പറ്റുന്ന ക്രോപ്പാണ്. അതിന് ഹൈ റെയിൻഫോൾ വേണം. ഫസ്റ്റ് ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ച പ്രശ്നമാണ്. പിന്നെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ചില ഭാഗങ്ങളിൽ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഭാഗങ്ങളിൽ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോപ്പാണ്. കേരളത്തിൽ പറ്റും. കേരളത്തിൽ എല്ലാ സ്ഥലത്തും പറ്റുന്ന. അതിനെന്താ ഗുണം വെച്ചാൽ മാംഗോസ്റ്റിൻ സീഡിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ളത്. സീഡിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് 8 ഇയേഴ്സോളം എടുക്കും കായ്ക്കാൻ. ഇപ്പൊ നമുക്കൊരു 3 year 4 year old ട്രീസ് കിട്ടുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഒരു ഇന്റർനാഷണൽ മാർക്കറ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് മാംഗോസ്റ്റിൻ. അപ്പൊ കേരളക്കാർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷെ മറ്റുള്ള ഫ്രൂട്ട്സ് ഇപ്പോൾ നമ്മുടെ ഡ്രാഗൺ എന്താ വെച്ചാൽ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ക്ലൈമറ്റിലും ചെയ്യാൻ പറ്റും. എല്ലാവരും കൂടെ കൃഷി ചെയ്തെന്ന് മാത്രമേ നമുക്കൊരു മാർക്കറ്റ് സപ്പോർട്ട് കിട്ടില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഭയങ്കര മോശമാണ്. ഇപ്പോൾ ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം 40 ടൺ മാങ്ങ വിറ്റപ്പോൾ ഹോൾസെയിൽ റേറ്റ് പെർ kgക്ക് നമുക്ക് 9 രൂപ കിട്ടി. കഴിഞ്ഞ കൊല്ലം അത് 10 ടൺ മാങ്ങായിട്ട് കുറഞ്ഞ്, അപ്പൊ 21 റുപ്യ ഉണ്ട്. അതിന് ആവറേജ് നിങ്ങൾ ഒരു 5 കൊല്ലം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഒന്നും കിട്ടില്ല. പക്ഷേ നമ്മൾ എന്ത് വെച്ചാൽ ഫാർമർ വെറും ഒരു ക്രോപ്പിൽ ഫോക്കസ് ചെയ്യാതെ ഓന് അവന്റെ സൈഡിൽ എന്തൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, വേണമെങ്കിൽ ഒരു ബഡിങ് ട്രൈ ചെയ്യാം, ഒരു ഫാം ടൂറിസം ട്രൈ ചെയ്യാം, ഓന് കുറച്ച് യൂട്യൂബ് വീഡിയോസ് ചെയ്യണം. അങ്ങനെ ഡിഫറെന്റ് ഇൻകം നമുക്ക് എന്ത് ചെയ്യണം, ഇതിലൂടെ വരുത്തണം. മാത്രമേ നിന്ന് പോകാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇന്ത്യയിൽ പാടാണ് ഈ ഫാമിംഗ് എന്ന് പറയുന്നത്. ഒരു കഷ്ടപ്പെട്ട, പക്ഷെ അതിനെ നമ്മളൊരു സ്നേഹത്തോടെ അതിൽ നിന്നൊരു കാശ് കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രം നമ്മള് പോകരുത്. പക്ഷെ ആക്കാൻ പറ്റും. അത് ഓരോ റീജിയൻ വൈസും ചില സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ലക്കായിട്ട് കിട്ടും. പക്ഷെ അതേ ഞാൻ പറഞ്ഞ 5 കൊല്ലങ്ങൾ എടുക്കണം. ടൊമാറ്റോക്ക് മാർക്കറ്റിൽ 60 റുപ്യ ഉണ്ടാവലുണ്ട്, 5 റുപ്യ ഉണ്ടാവലുണ്ട്. 5 റുപ്യ ഉണ്ടാകുമ്പോൾ ഫാർമറിന് 1 റുപ്യ പോലും കിട്ടില്ല. ഓന്റെ ഹാർവെസ്റ്റ് കൂലി വരെ പോകും. അതെ അതെ. അപ്പൊ ആ സമയവും പിന്നെ സന്ദർഭമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു യങ് ആൻഡ് സയന്റിഫിക് ഫാർമർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിൽ ഒരുപാട് സപ്പോർട്ടിങ് സാധനം വേണം. ഇപ്പം അതിലേക്ക് മാനർ വേണം. അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ പോൾട്രി ഫാം ചെയ്യാം, പിന്നെ അങ്ങനെ ഡയറി ഫാം നമുക്ക് ചെയ്യാം. ഇങ്ങനെ ബയോഡൈവേഴ്സിറ്റി നമുക്ക് കൊണ്ടുവരാം. അതിന് എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും? ഒരു ഇന്റഗ്രേറ്റഡ് സംഭവം എന്നുള്ളതിലുപരി ഡെഫിനറ്റ്ലി നമ്മളൊരു ഇതിലായിട്ട് നിൽക്കുമ്പോൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മേ ബി നമുക്ക് ഒരു ആനിമൽ ഹസ്ബൻഡറി ഒരു സൈഡിൽ കൊണ്ടുവരാം, കുറച്ച് ഫുഡ് ഫോറസ്റ്റ് എലമെന്റ്സ് കൊണ്ടുവരാം, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് കൊണ്ടുവരാം.
പക്ഷെ സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയങ്കര എഫേർട്ടുള്ള സാധനമാണ്. നമ്മളെപ്പോഴും പറയും ഒരു ഡയറി ഫാർമർ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഫാർമർ ഒരു ദിവസം 3 നേരം തൊഴുത്തിൽ കയറണം എന്നാണ്. അത് പറയുന്ന പോലെ അല്ല. പാല് കട്ടി കുറയും, ചൂട് കൂടുമ്പോൾ ഉൽപാദനം കുറയും, പിന്നെ പുല്ലിന് ക്ഷാമം വരും, മാർക്കറ്റ് ഇടി, ഇതൊക്കെ ഇതിൽ സംഭവിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാർമർ എപ്പോഴും അവന് പുറത്ത് റെപ്രസെന്റ് ചെയ്യണം. ഇന്ന് കേരളത്തിൽ അങ്ങനത്തെ ഒരുപാട് ഫാർമേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെറൈറ്റി ഫാർമർ എന്ന് പറഞ്ഞിട്ട് സുജിത്ത് എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ സൈഡിലുള്ള ഒരാളുണ്ട്. പുള്ളി നല്ല രീതിയിൽ കൃഷിയും ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അതിനെ പുറത്ത് കാണിക്കുന്നുണ്ട്. യൂട്യൂബിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോ ഫാർമർ അതിന്റെ സാധ്യതകൾ തേടിയിട്ട് ഡൈവേഴ്സിഫൈ ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം. പക്ഷെ കേരളത്തില് നല്ല പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ്. കേരളം അതിന് പറ്റിയ ലാൻഡ്. അതിന് വെറും കൃഷി ചെയ്യാന്നല്ല, അതില് ഫാം ടൂറിസം എനേബിൾ ചെയ്യാത്ത എന്താ ആൾക്കാര്. നമ്മളെ വീടുണ്ടെങ്കിൽ ഞാൻ പറയും, വീട് വെക്കുകയാണെങ്കിൽ നിങ്ങൾ യു ഹാവ് ടു ഗിവ് എ സ്പേസ് ഫോർ അതേഴ്സ് ടു എക്സ്പീരിയൻസ് എന്നാണ്. പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഡൈവേഴ്സിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഞാൻ കഴിഞ്ഞ ഒരു ഡുറിയാൻ ഫീസ്റ്റ് നടത്തി. ഹൈദരാബാദിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് പ്രവീൺ വന്നിട്ട് അറൌണ്ട് 50,000 ആണ് സ്പെൻഡ് ചെയ്തത് ഡുറിയാൻ കഴിക്കാൻ. 50,000 വെറും 2 ദിവസം ഡുറിയാൻ ഞങ്ങളെ ഡുറിയാൻ enthusiasts ഉണ്ട്. അപ്പോ അത് ഡുറിയാൻ കേരളത്തിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ കഴിക്കുള്ളൂ. ദുരിയാൻ കഴിക്കാൻ വേണ്ടി തായ്ലൻഡിലും കേരളം ഈ വെസ്റ്റേൺ ഗാർഡ് ബെൽറ്റ്സ് ഒക്കെ ട്രൈ ചെയ്യാം. അതായത് കൊങ്കൺ വഴി അങ്ങനെ പോയിട്ട് റെയിൻഫോൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോ നല്ല ഫ്യൂച്ചർ ഫ്രൂട്ട് ആണ്. യു ആഡ് മോർ ഫ്യൂച്ചർ. ഡുറിയാൻ ഇപ്പൊ കിട്ടും, നല്ല പ്ലാന്റ് കിട്ടും. മാംഗോസ്റ്റിനെ ആഡ് ചെയ്യും. ആ എക്സ്പീരിയൻസ് ഇപ്പൊ ഞങ്ങൾ വയനാട് റിട്രീറ്റ് നടത്തി. ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തുനിന്ന് എത്ര ആൾക്കാർ വന്ന്. ഇപ്പോൾ ഇവിടെ ഷാർജയിൽ കമോൺ കേരളയിൽ ഒരു സ്റ്റോൾ കണ്ടു. അപ്പോൾ നിങ്ങൾ ഒരു ബയോഡൈവേഴ്സിറ്റി ലാൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും കൂടി ഉണ്ടല്ലോ. ഒരുപാട് ലാൻഡുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ചെയ്തിട്ടുണ്ട്, മലബാറിന്റെ ലാൻഡ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പല ആളുകളുടെയും ചെയ്തിട്ടുണ്ട്. എന്താണ് ആ ഒരു കൺസെപ്റ്റ് ശരിക്കും? ഞങ്ങൾ ആക്ച്വലി ഒരു ഗ്രീനറ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ ഇഷ്ടമുള്ള കുറെ ആൾക്കാർ, നമ്മുടെ മുസ്തഫാക്ക ഗ്രീനറ എന്നുള്ള ഒരു ഫാം ഡെവലപ്പ് ചെയ്ത് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു മനുഷ്യനാണ്. ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ പിന്നെ ഈ നമ്മളെ സെയിം വേവ് ലെങ്ത്തിൽ ഡിസൈൻ സെൻസ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനെ പെട്ടെന്ന് പടച്ച മുമ്പിൽ കൊടുത്താണ് മുസ്തഫാക്ക. അങ്ങനെ ഞങ്ങൾ ആലോചിച്ച് പിന്നെ ഞങ്ങൾക്കൊരു കൊളാബറേഷൻ ആലോചിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗ്രീനറ ലൈഫ്. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു ഫാമിംഗ് ജേണിയിൽ ഞാൻ കൊടുക്കുന്ന കുറെ ആഡ് ഓൺസിൽ ഒന്നാണ് ഇപ്പോൾ ഒരു നല്ലൊരു ഗ്രീനറ ലൈഫ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ഡീഗ്രേഡഡ് ലാൻഡിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു എക്കോളജിക്കൽ ലാൻഡ്സ്കേപ്പിംഗ് കമ്പനിയാണ്. അതൊരു വലിയ ഒരു സംഭാവന കൂടിയാണല്ലേ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള. അതായത് ഞാൻ പറഞ്ഞ ഒരു അബൻഡന്റ് ലാറ്ററൈറ്റ് കോറിയാണ് മുസ്തഫ കൺവേർട്ട് ആക്കിയത്. നമ്മുടെ എത്ര ഉണ്ട് കോറി, ആൾക്കാരെ കോറിനെ എന്താ കാണിക്കുക, അത് ഒന്നും പറ്റാത്തൊരു ലാൻഡ് ആയിട്ടല്ല മാറ്റാം. എല്ലാം ഉള്ള എത്ര സ്ഥലങ്ങളുണ്ട്, എന്തുകൊണ്ട് നമുക്ക് ആൾക്കാരെ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്തുകൂടാ? അപ്പൊ ഗ്രീനറ ലൈഫ് എന്ന് പറഞ്ഞൊരു കമ്പനി, നിങ്ങൾക്കൊരു ലാൻഡ് ഉണ്ടെങ്കിൽ ആ ലാൻഡിനെ സ്ക്രാച്ചിൽ നിന്ന് മാസ്റ്റർ പ്ലാൻ ചെയ്ത് അതിനെ ഒരുപാട് ചെടികൾ നട്ട് കാടുണ്ടാക്കി അരുവികൾ വെച്ച് വാട്ടർ ബോഡി കൺസർവേറ്റ് ചെയ്ത് അതിനൊരു സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് തരും. സെയിം ടൈം നിങ്ങൾക്ക് അതിനൊരു ഫാം ടൂറിസം ലെവലിൽ റൺ ചെയ്യാനുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻസും നമ്മൾ കൊടുക്കും. ഇപ്പൊ ഇന്ന് ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു ഫേമില്ല. ഞങ്ങളുടെ എക്സിക്യൂഷൻ ടീം അത്രയും സ്ട്രോങ് ആണ്. എല്ലാ ഡൈവേഴ്സിഫൈ ഏരിയയിലെ ആർക്കിടെക്ട്സും എല്ലാം ഞങ്ങളെ പാർട്ട്നേഴ്സ് അറ്റിക്സ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞുള്ള ഒരു കമ്പനിയുടെ ആൾക്കാരാണ്. അപ്പൊ മാഹിർ പോലെ നാഷണൽ അവാർഡ് വിന്നേഴ്സ് ആണ് അവരൊക്കെ. അപ്പൊ നമുക്കൊരു സ്പേസ് ഡിസൈൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പോൾ ഫൈസൽ കെയുടെ തുലയിലും നിങ്ങളെ കോൺട്രിബ്യൂഷൻസ്. ഞങ്ങള് ഇപ്പോ ഇത് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തുല എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു വെൽനസ് സെന്റർ അല്ലേ. അപ്പൊ അവിടെ അവിടുത്തെ ഒരു എലമെന്റ് ഇപ്പൊ കേരളത്തിന്റെ ഒരു ഡൈവേഴ്സിറ്റി അവിടെ കൊണ്ടുവരാൻ ഫൈസൽക്ക് സമ്മതിച്ചു. അപ്പൊ അവിടെയും വലിയൊരു കൺസർവേഷൻ നടക്കും. ഞങ്ങൾ തുലയുടെ ലോഞ്ച് ഇവന്റിന് ഏകദേശം 70ഓളം മലബാർ സ്പീഷീസ് ആണ് എക്സിബിറ്റ് ചെയ്തത്. മലബാർ സ്പീഷീസ് അതില് ട്യൂബേഴ്സ്, കിഴങ്ങുകള്, പല വെറൈറ്റി ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ കൊടുന്നു. നമ്മള് വയനാട്ടിൽ നിന്ന് നമ്മളൊരു ഫാം ഉണ്ടല്ലോ, കിങ്സ് ഫ്ലോറ എന്നിട്ട് അവിടുന്ന് കൊടുന്ന് എക്സിബിറ്റ് ചെയ്തു. അപ്പൊ ഇനി തുല ഇത് കൺസർവേറ്റ് ചെയ്യുന്ന ഒരു ഹബ്ബാണ്. മലബാർ മലബാറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ മോണ്ടാന എസ്റ്റേറ്റ്സിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 2000ഓളം വൈൽഡ് സ്പീഷീസ് കൺസർവേറ്റ് ചെയ്യും. 2000ഓളം മരങ്ങൾ, സ്പീഷീസ് ഒരു 100+. 2000ഓളം മരങ്ങൾ ഒരു കാട് ഉണ്ടാക്കി.
കൃത്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി ഇപ്പൊ നല്ല രീതിയിൽ ഡെൻസ് ആയി കിളികൾ വരാൻ തുടങ്ങി, ബട്ടർഫ്ലൈസ് വരാൻ തുടങ്ങി, ഒക്കെ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ ചെറിയ ലാൻഡിൽ പോലും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രകൃതിക്ക് നമുക്ക് വലിയ സംഭാവനകളൊക്കെ. ബിസിനസ് അപ്പുറത്ത് നിൽക്കട്ടെ, പക്ഷെ കൺസർവേഷൻ പെർസ്പെക്റ്റീവില് എത്രയോ വെറൈറ്റീസ്. ഇപ്പൊ അതിന് പറയുകയാണെങ്കിൽ ഹോപ്പിയ പർവിഫ്ലോറ എന്ന് പറഞ്ഞിട്ട് തമ്പകം എന്ന് പറഞ്ഞൊരു ചെടി, നമ്മൾ എത്ര പേർക്ക് അറിയാം? തമ്പകം ഷിപ്പ് ഉണ്ടാക്കാൻ ആന്റി ടർമൈറ്റ് ഫീച്ചർ ഉള്ള ഒരു ട്രീ ആണ്. ഇന്ന് അത് IUCN റെഡ് ലിസ്റ്റിൽ വരുന്ന സ്പീഷീസ് ആണ്. ഞങ്ങൾ എല്ലാ കാട്ടിലും തമ്പകം വളരുന്നുണ്ട്. ഈ ഷേപ്കയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഈ ഫുഡ് ട്രീസ് മാത്രമല്ല, ഇപ്പോ ക്ലിറ്റോറിയ, അർബോറിയ, എറിത്രിയ, ക്രിസ്റ്റക്കലി, നമ്മൾ ഇതേപോലെയുള്ള പല സ്പീഷീസ് ഓഫ് വൈൽഡ് സ്പീഷീസ് ഓഫ് ഉണ്ടല്ലോ. വേണമല്ലോ അത്. ഞങ്ങളിപ്പോ ഒരു ഫുഡ് ഫോറസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും ഒരു ചെറിയ യൂണിറ്റ് വൈൽഡായിട്ട് വെക്കണം. അപ്പോഴാണ് ശരിക്കും അതിന്റെ ആ ഒരു ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവും. എക്സാക്ട്ലി. നമ്മളിപ്പോ അതിന് സിമ്പിൾ ലോജിക് ആണ്. ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് പോളിനേറ്റേഴ്സ് ആണ്. ബട്ടർഫ്ലൈസും ബീസും ഒക്കെ വരണം. അത് വരാനുള്ള സ്പീഷീസ് നമ്മൾ ഫുഡ് ഫോറസ്റ്റിൽ ആഡ് ചെയ്യുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി അഗ്രോ ഇക്കോളജി എന്ന് പറഞ്ഞ ടേം അതെ. നമ്മളിപ്പോ ഈ പിന്നെ ഓർഗാനിക് ഇൻഓർഗാനിക് കോംപ്ലിക്കേറ്റഡ് ആക്കൊന്നും വേണ്ട. ഒരു ഡൈവേഴ്സിറ്റി, ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കൊടുത്താൽ മതി. ശരിക്കും ഈ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയർ, ഇപ്പൊ ഞാൻ ചൈനയിലൊക്കെ പോയപ്പോൾ ധാരാളം ആയിട്ടുള്ള ഒരു പുതിയ ഡെവലപ്മെന്റ് ഉണ്ട്. പോളി ഫാമിങ്, പല ടൈപ്പ് ഓഫ് ഫാമിംഗ് മെത്തേഡ്സ് ഉണ്ടല്ലോ. ഇതൊക്കെ പഠിച്ചിട്ടാണ് നമ്മുടെ പുതിയ തലമുറ ചെയ്യുമെങ്കിൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അവര് ശരിക്കും അവരൊരു 99% റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടാവും ചൈനക്കാരൊക്കെ. ഇപ്പൊ ഒരു ക്രോപ്പ് നിന്ന് കിട്ടാവുന്നതിന്റെ മാക്സിമം ഈൽഡിങ് അവര് എടുക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് പുതിയ ആൾക്കാർ വരുള്ളൂ. നമ്മളൊക്കെ ചെറിയ ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇത് ഞാൻ എപ്പോഴും പറയും, നമ്മൾ വലുത് കാണണം. അതെ, തീർച്ചയായിട്ടും കാണണം. അപ്പൊ ഏതായാലും സന്തോഷം ഇത്രയും സമയം നമ്മുടെ കൂടെ ചെലവഴിച്ചതിന്. നമ്മുടെ നല്ലൊരു ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവട്ടെ. അങ്ങനെ കേരളം നല്ലൊരു ഡൈവേഴ്സിഫൈഡ് സ്റ്റേറ്റ് ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങൾ റിയാസ് ഖാനായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് തുടങ്ങും. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്.